നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ ആര്? കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഈ കാര്യമാണ്. മുഖ്യമന്ത്രി പദമോഹികൾ ഇതിന് പിന്നിൽ കാര്യമായി കളിച്ചുവെന്നാണ് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിലെ ശക്തനായി വി സതീശൻ മാറി. PV അൻവറിനെ അടുപ്പിക്കാതെ ജയിച്ച നിലമ്പൂരിലെ വിജയം സതീശൻ തന്റേതാക്കി. ഇതോടെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചർച്ചയിൽ സതീശന് മുൻതൂക്കം കിട്ടി. ഈ മുൻതൂക്കം തകർക്കാനായിരുന്നു മാങ്കൂട്ടം കഥകൾ പുറത്തുവന്നത്. ഇത് മനസ്സിലാക്കി സതീശനും ചുവടുമാറ്റി കളിച്ചു. സതീശൻ ആരേക്കാൾ വലിയ മാങ്കൂട്ടത്തിൽ വിരുദ്ധനായി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല, MLA പദവിയും രാജിവെക്കണമെന്ന് സതീശൻ പറഞ്ഞു. ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി. അങ്ങനെ തനിക്കെതിരെ വന്ന ആയുധമെടുത്ത് മാങ്കൂട്ടത്തിലിനെ വെട്ടിവീഴ്ത്തിയെന്നാണ് കോൺഗ്രസിലെ ചർച്ച. മാങ്കൂട്ടത്തിൽ വിവാദം ആദ്യമറിഞ്ഞത് PV അൻവറായിരുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഒതുക്കി തീർത്തു. ഇത് മനസ്സിലാക്കി രമേശ് ചെന്നിത്തല കരുക്കൾ നീക്കിയെന്നാണ് പ്രചരണം. അങ്ങനെയാണ് മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നത്. മാങ്കൂട്ടത്തിൽ പിന്നിൽ VD സതീശനായിരുന്നു. ഷാഫി പറമ്പിൽ ഗ്രൂപ്പുമായി VDക്ക് അഭേദ്യമായ അടുപ്പമുണ്ടായിരുന്നു. മാങ്കൂട്ടത്തിലിനെ വെട്ടിയാൽ സതീശന് ഇടതുകൈ പോകുമെന്നും ദുർബലനാകുമെന്നും കരുതിയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അത്. ഇതിന് പിന്നിൽ ചെന്നിത്തലയാണെന്ന് പലരും പറയുന്നത്. മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ സമാനമായ സർജിക്കൽ സ്ട്രൈക്ക് ചെന്നിത്തല നടത്തിയെന്ന ആരോപണമുണ്ടായിരുന്നു. സോളാർ കേസ് അടക്കം ഇത്തരത്തിൽ ചില കോണുകളിൽ നിന്നും ചർച്ചയായതും ചരിത്രം. തന്ത്രപരമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഷാഫിയെയും ദുർബലമാക്കി സതീശന്റെ ഇമേജ് തകർക്കുക എന്നത് ചെന്നിത്തലയുടെ ലക്ഷ്യമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് KC വേണുഗോപാലും ചെന്നിത്തലയും VDയും ശശി തരൂരും K സുധാകരനുമായി മുഖ്യമന്ത്രി പദസാധ്യതാ പട്ടികയിലുണ്ടായിരുന്ന ആളുകൾ. ഇതിൽ തരൂരും സുധാകരനും പുറത്തായി. KPCC അധ്യക്ഷ സ്ഥാനം പോയ സുധാകരൻ നിശബ്ദനാണ്. നിലമ്പൂരിൽ അൻവറിന് വേണ്ടി സുധാകരൻ വാദിച്ചതും വിനയായി. തരൂരാകട്ടെ BJP അനുകൂല നിലപാട് കാരണം കോൺഗ്രസിൽ നിന്നും അകന്നു. പിന്നെ KCയും VDയും RCയും മാത്രം. ഇതിൽ VDക്ക് മുകളിൽ സാധ്യത ഉയർത്താനുള്ള ചെന്നിത്തലയുടെ നീക്കമായി പലരും ഈ വിവാദങ്ങളെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി പദമോഹമാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കിയാണ് തന്റെ വിശ്വസ്തനായ രാഹുലിനെതിരെ ഉയർത്തിയ ആയുധം വീട് തന്നെ പിടിച്ചെടുത്തത്. തനിക്ക് നേരെ വരാനിരിക്കുന്ന ആയുധമെടുത്ത് രാഹുലിനെ വെട്ടി വീഴ്ത്തുകയാണ് സതീശൻ. ഏതായാലും സതീശന്റെ നിലപാട് വീണ്ടും ചർച്ചകളിൽ എത്തുന്നു. സാഹചര്യം അനുസരിച്ച് പൊതുസമൂഹത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന നേതാവായി സതീശൻ മാറുകയാണ്. യുവതികളുടെ വെളിപ്പെടുത്തലുകളിൽ പ്രതിരോധം ദുർബലമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞായറാഴ്ച MLA പദം രാജിവെച്ചേക്കും. രാജി വൈകിട്ടോടെ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, VM സുധീരൻ, ഉമാ തോമസ് MLA, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളടക്കം പാർട്ടി ഒറ്റക്കെട്ടായി രാഹുലിനെതിരെ നിലകൊണ്ടതോടെയാണ് രാജിക്ക് വഴിയൊരുങ്ങുന്നത്. പാർട്ടിയിൽ ഇക്കാര്യത്തിൽ ഏകാഭിപ്രായം രൂപപ്പെട്ടു കഴിഞ്ഞതായാണ് സൂചന. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു. അതായത് രമേശിന്റെ ആയുധം എല്ലാവരും ആയുധമാക്കുന്നതാണ് കാണുന്നത്. രാഹുലിനെ എത്രയും പെട്ടെന്ന് രാജിവെപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ തുടങ്ങി പാർട്ടി വനിതാ പ്രമുഖരും ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തതോടെ കോൺഗ്രസിന് രാഹുലിന്റെ രാജി വാങ്ങുകയല്ലാതെ നിവർത്തിയില്ല എന്നായി. പാർട്ടിക്കകത്ത് ഷാഫി പറമ്പിൽ മാത്രമാണ് രാഹുലിന്റെ രാഷ്ട്രീയ സംരക്ഷണമായി രംഗത്തുള്ളത്. പരാതിയില്ലെന്ന സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങേണ്ടതില്ല എന്നാണ് പാർട്ടി നിലപാട്. രാഹുലിനെതിരെ ഇനിയും ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയും അവ പാർട്ടിക്കുണ്ടാക്കുന്ന അവമതിയും മുന്നിൽ കണ്ടാണ് രാജിക്കായി സമ്മർദ്ദമുയരുന്നത്.